റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മദ്രസ വാർഷിക പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ പരീക്ഷ എളുപ്പമാവാനും ചോദ്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ആൻസറുകൾ എങ്ങനെ എഴുതാം എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി മോഡൽ ചോദ്യപേപ്പറുകൾ നമ്മൾ വിശകലനം ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണിത്. വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ അകമൊഴിഞ്ഞ സപ്പോർട്ട് കൊണ്ട് തന്നെ നമ്മുടെ ചാനൽ 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കടന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. നിങ്ങളുടെ പഠനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് വലിയൊരു സഹായകമാവും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഒക്കെ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക. നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക. ഈ വീഡിയോയിൽ നമ്മൾ 2ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നോക്കുന്നത്. ഇവിടെ ആദ്യമായിട്ട് നക്തുബുൽ അജ്വിബത്തി ബിൽ ഇസ്തിആനത്തി സുവരി എന്നാണ്. അഥവാ ഇവിടെ താഴെ നോക്കൂ, ഒരു 4 പിക്ചറുണ്ട്, 4 ചിത്രങ്ങളുണ്ട്. അതിലെന്താണ് കാണുന്നത് എന്ന് നമ്മൾ എഴുതണം. അതിൻ്റെ ചോദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇവിടെ? ഹാദാ, ഇത്. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് എന്താണ് കാണുന്നത്? ഒന്നാമത്തെ ചിത്രത്തിൽ അല്ലേ, ഒരു കുട്ടി ഒരു ഉസ്താദിന് നേരെ ചൂണ്ടിക്കാണ്ട് എന്തോ പറയാണ്. എന്താണത്? ഹാദാ, അതിൻ്റെ കുറച്ച് ഭാഗം ഇവിടെ ഉണ്ട്. ഹാദാ ഉസ്താദി എന്നാണ് അവിടെ ചേർക്കേണ്ടത് അല്ലേ. ഇത് എൻ്റെ ഉസ്താദാണ്. നമ്മുടെ പുസ്തകത്തിൽ ഇങ്ങനെ തന്നെ പഠിച്ചിട്ടുണ്ടല്ലോ. ഹാദാ ഉസ്താദി. ഇനി രണ്ടാമതായിട്ട്, അപ്പോൾ 1 കഴിഞ്ഞു. രണ്ടാമതായിട്ട് അടുത്ത ചിത്രം എന്താണ്? 2 പെൺകുട്ടികൾ. ഇതിവിടെ നമ്മളെന്താ പഠിച്ചത്? ഇതെൻ്റെ സഹോദരിയാണ് എന്നാണല്ലേ. അപ്പോൾ ഇവിടെ ഹാദിഹി എന്ന് കൊടുത്തിട്ടുണ്ട്. സഹോദരിക്ക് എന്താ പറയുക? ഉഖ്ത് എന്നാണ് പറയുക. അപ്പോൾ എൻ്റെ സഹോദരിയാണ് എന്നുള്ളതിന് അവസാനം ഒരു യാ കൂട്ടി കൊടുക്കണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എൻ്റെ എന്ന് ആവണമെങ്കിൽ യാ കൂട്ടി കൊടുക്കണം. അപ്പോൾ അത് മുകളിൽ നോക്കൂ, ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഉസ്താദ്, അത് യാ കൂട്ടിങ്ങാണ്ട് ലാസ്റ്റ് ഉസ്താദി എന്ന് പറയുമ്പോൾ എൻ്റെ ഉസ്താദ് എന്നായി. ഇവിടെ ഉഖ്തുൻ എന്ന് പറയുമ്പോൾ സഹോദരി എന്നർത്ഥം. ലാസ്റ്റ് ഈ യാ കൂട്ടുമ്പോൾ ഉഖ്തി എന്നാവുമ്പോൾ എൻ്റെ സഹോദരി എന്നർത്ഥം വരും. അപ്പോൾ ഹാദിഹി ഉഖ്തി, ഇതെൻ്റെ സഹോദരിയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഉസ്താദ് എന്ന് പറഞ്ഞാൽ ആണാണ്. ആണായതുകൊണ്ട് ഹാദയാണ് ഉപയോഗിച്ചത്. ഉഖ്ത്, ഇനി രണ്ടാമത്തതിൽ ഉഖ്ത് പെണ്ണാണ്. പെണ്ണായതുകൊണ്ട് ഹാദിഹിയാണ് ഉപയോഗിച്ചത്. അത് മനസ്സിലാക്കുക. ഇനി അടുത്തൊരു പിക്ചർ എന്താണ്? ഒരു പുസ്തകം ചൂണ്ടിങ്ങോണ്ട് പറയുന്നതാണ്. എന്താണ്? പുസ്തകത്തിന് അറബിയിൽ എന്താ പറയുക? കിതാബ് എന്നാ പറയുക. അപ്പോൾ ഇവിടെ ദാലിക്ക എന്നുണ്ട്. അത് എൻ്റെ പുസ്തകമാണ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ പുസ്തകത്തിന് കിതാബുൻ അല്ലേ, കിതാബുൻ എന്നാണ് പറയുക. എൻ്റെ പുസ്തകം എന്നാവുമ്പോൾ കിതാബി എന്ന് പറയണം. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, കിതാബി. അപ്പോൾ ദാലിക്ക കിതാബി എന്നാവും അല്ലേ. ദാലിക്ക കിതാബി പറഞ്ഞാൽ അതെൻ്റെ പുസ്തകമാണ് എന്നർത്ഥം. ഇവിടെ ഇനി അടുത്തത് നോക്കൂ. ഇപ്പോൾ 3 കഴിഞ്ഞു. 4ാമത്തേത് തിൽക്ക ഡാഷ് എന്നാണ്. അപ്പോൾ ഇവിടെ ഈ പിക്ചറിൽ എന്താ കാണുന്നത്? ഒരു ബാഗ് ചൂണ്ടിങ്ങാണ്ട് പറയുന്നതാണ്. ബാഗിന് ഹക്കീബത്തുൻ എന്നാണ് പറയുക അല്ലേ. ഹക്കീബത്തുൻ, ഹക്കീബത്തുൻ എന്നാണ് പറയുക. പക്ഷേ ഇവിടെ എൻ്റെ ബാഗ് എന്നാവുമ്പോൾ ഹക്കീബത്തി എന്ന് വരണം. ഹക്കീബത്തി. അപ്പോൾ എന്തായി അർത്ഥം? അതെൻ്റെ ബാഗാണ്. ഇനി ഇവിടെ അവസാനം പറഞ്ഞ 2എണ്ണത്തിൽ കിതാബി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ദാലിക്കയാണ് ഉപയോഗിച്ചത്. കാരണം കിതാബുൻ എന്നുള്ളത് അതിൽ അവസാനം താ ഒന്നുമില്ലല്ലോ. അപ്പോൾ ദാലിക്കയാണ് ഉപയോഗിക്കാതെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഹക്കീബത്തുൻ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് താ ഉണ്ട്. ഇത് ഹക്കീബത്തുൻ എന്നാണല്ലോ. ഇത് ഹക്കീബത്തുൻ, ഹക്കീബത്തുൻ എന്നാണ് ഇത്. അപ്പോൾ ഈ താ കാണുമ്പോൾ അത് പിന്നെ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് തിൽക്കയാണ്. എന്നാൽ കിതാബുൻ എന്ന് പറയുമ്പോൾ അതിലെന്തില്ല? താ ഇല്ല. ഇവിടെ താ ഇല്ല. അതുകൊണ്ട് ദാലിക്ക ഉപയോഗിക്കുന്നു. താ ഉണ്ടാകുമ്പോൾ തിൽക്ക ഉപയോഗിക്കുക. ആണാണെങ്കിലും ദാലിക്ക ഉപയോഗിക്കുക, പെണ്ണാണെങ്കിൽ തിൽക്ക ഉപയോഗിക്കുക. നമ്മൾ പഠനം അല്ലേ. ഇപ്പോൾ ഉഖ്ത്, ഇനിയിപ്പോൾ ആ താ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉഖ്ത് സഹോദരി അല്ലേ, നമുക്കറിയാം. അപ്പോൾ അതെന്ത് ചെയ്തു? ഹാദിയാണ് ഉപയോഗിച്ചത്. ഉസ്താദ് എന്ന് പറഞ്ഞതിൽ ആണാണ്, താ ഒന്നുമില്ല. അപ്പോൾ ഹാദയാണ് ഉപയോഗിച്ചത്. ഇവിടെ താ ഇല്ല, ഇവിടെ താ ഉണ്ട്. പെണ്ണാണ്. ഈ താ വേണമെന്നല്ല, പെണ്ണാണെങ്കിൽ ഉഖ്ത് എന്ന് പറഞ്ഞാൽ സഹോദരി പെണ്ണാണല്ലോ, നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. അപ്പോൾ
അങ്ങനെയാണ് ഇവിടെ ചേർക്കേണ്ടത്. ഇനി അടുത്തത് ഇവിടെ രണ്ടാമത്തെ ആക്ടിവിറ്റി വഫിഖു എന്നാണ്, യോജിപ്പിക്കാനാണ്. താഴെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൻ്റെ ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. ആ വിട്ടുപോയ ഭാഗം അവിടെ എന്താണ് ചേർക്കേണ്ടതെന്ന് ഇവിടെ മുകളിലുണ്ട്. മുകളിൽ എന്തൊക്കെയാണ് കൊടുത്തേക്കണ്? ദാലിക്ക, തിൽക്ക, അഹി, ഉഖ്തി, അല അല്ലേ. ദാലിക്ക തിൽക്ക എന്നൊക്കെ പറഞ്ഞാൽ അത് എന്നാണ് അർത്ഥം. പക്ഷേ അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആണിനാണെങ്കിൽ ദാലിക്ക, പെണ്ണിനാണെങ്കിൽ തിൽക്ക. അഹി എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരൻ, അഹുൻ സഹോദരൻ, അഹി എൻ്റെ സഹോദരൻ. ഉഖ്തു എന്ന് പറഞ്ഞാൽ സഹോദരി, ഉഖ്തി എൻ്റെ സഹോദരി. അല എന്ന് പറഞ്ഞാൽ മേൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, മേൽ എന്നൊരർത്ഥത്തിന് ഉപയോഗിക്കുന്നതാണ്. ഇനി ഓരോന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തത് ഹാദാ, ഇത് ആരാണ്? അവിടെ ഇനി ഒരു മറ്റേ ആണിനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ഹാദയാണല്ലോ. അപ്പോൾ അഹീ, ഇതാണ് ഒന്നാമത്തേൻ്റെ ഉത്തരം. ഹാദാ അഹീ, ഇതെൻ്റെ സഹോദരനാണ്, ഇതെൻ്റെ സഹോദരനാണ്. ഇനി രണ്ടാമത്തത് ഹാദിഹി ആവുമ്പോൾ ഹാദിഹി ഇതാണ് രണ്ടാമതായിട്ട് വരിക. ഉഖ്തി, ഇതെൻ്റെ സഹോദരിയാണ്. കണ്ടില്ലേ, അഹ് സഹോദരൻ ആണായതുകൊണ്ട് ഹാദ ഉപയോഗിച്ചു, ഉഖ്ത് സഹോദരി പെണ്ണായതുകൊണ്ട് ഹാദിഹി ഉപയോഗിച്ചു. ഇനി മൂന്നാമത്തത് ഡേഷ് ബാമിയ. ബാമിയ പറഞ്ഞാൽ വെണ്ടയ്ക്കയാണ്. അപ്പോൾ അത് വെണ്ടയ്ക്കയാണ് എന്ന് പറയുകയാണെങ്കിൽ ലാസ്റ്റ് ഇവിടെ കാണാനില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? ദാലിക്ക കൊടുക്കുക, ദാലിക്ക ബാമിയ. ഇനി അടുത്തത് ഡാഷ് ബിത്തീഖത്തുൻ എന്നാണ്. അപ്പോൾ ഈ ദാലിക്കയാണ് മൂന്നാമത്തേൻ്റെ ഉത്തരമായിട്ട് വരിക. പിന്നെ 4 ഡാഷ് ബിത്തീഖത്തിൻ്റെ ലാസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് തിൽക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. തിൽക്ക ബിത്തീഖത്തുൻ, അത് തണ്ണിമത്തനാണ് എന്ന് പറയാം. അതിൻ്റെ അർത്ഥം അങ്ങനെ വരും. അപ്പോൾ ഇനി അവിടെ നാലാമത്തത് തിൽക്ക നമ്മൾ കൊടുത്തു. ഇനി അഞ്ചാമത്തത് അൽ ഇബ്നു, കുട്ടി അല്ലെങ്കിൽ മകൻ. എവിടെയാണ്? ഡാഷ് അദ്ദറാജത്തി, സൈക്കിൾ എന്നാണ് ദറാജത്തിൻ്റെ അർത്ഥം. അപ്പോൾ സൈക്കിളിൽ മേലാണ് എന്നാണ്. അപ്പോൾ അല കൊടുക്കണം, അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ 5 ഇവിടെ അല ചേർക്കുക. അൽ ഇബ്നു അല ദറാജത്തി, കുട്ടി സൈക്കിളിൽ മേലാണ്. അപ്പോൾ നമുക്കങ്ങനെ പൂരിപ്പിച്ചു കൊടുക്കാം. ആണാണോ പെണ്ണാണോ, ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കിയിട്ടാണ് ഹാദിഹിം ദാലിക്കും തിൽക്കൊക്കെ കൊടുക്കേണ്ടത്. അതൊന്ന് മനസ്സിൽ പഠിച്ചു വെക്കുക. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ അടുത്തത് മൂന്നാമത്തത് നക്തബു സ്വഹീഹ്, ശരി എഴുതാനാണ്. ഇവിടെ അതിലൊന്നാമത്തെ ചോദ്യം നോക്കൂ. ഹാദാ, ഇത് ഡാഷ് ദജാജത്തുൻ ദീക്കുൻ. ദജാജത്ത് എന്ന് പറഞ്ഞാൽ പിടക്കോഴി, ദീക്കുൻ എന്ന് പറഞ്ഞാൽ പൂവൻ കോഴി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഹാദ ആവുമ്പോൾ അത് ഏതായിരിക്കും? ആണിനാണ് ഉപയോഗിക്കുക. അപ്പോൾ അതിൻ്റെ ഉത്തരം ദീക്കുൻ എന്നാണ് ഇവിടെ എഴുതിക്കേണ്ടത്. ദീക്കുൻ, ഹാദാ ദീക്കുൻ, ഇത് പൂവൻ കോഴിയാണ്. ഇനി ഹാദിഹി എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ എങ്കിൽ അപ്പോൾ ദജാജത്താണ് ആൻസർ വരിക. അത് പെണ്ണാണല്ലോ. ഇവിടെ ഒക്കെ കണ്ടിട്ട് നമുക്കങ്ങനെ ചെയ്യാം. ഇനി ഇവിടെ അടുത്തത് നോക്കൂ. രണ്ടാമത്തത് അൻത ഡാഷ് ഇബ്നുൻ ബിൻതുൻ. അൻത പറഞ്ഞാൽ നീ, അൻത എന്ന് പറഞ്ഞാലും അൻതി എന്ന് പറഞ്ഞാലൊക്കെ നീ എന്നാണ്. നമ്മൾ അതേപോലെ ഇങ്ങനെ ഉപയോഗിക്കുക. ഒരാണിനോടാണ് പറയുന്നതെങ്കിൽ അൻത എന്നാണ് പറയുക, നീ എന്നുള്ള അർത്ഥത്തിൽ. പെണ്ണിനോടാണെങ്കിൽ അൻതി, നീ എന്നുള്ള അർത്ഥത്തിൽ തന്നെ. പക്ഷെ പെണ്ണിനോടാണെങ്കിൽ അൻതി എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ അൻത ഫത്തഹാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുക ഒരാണിനോടാണ് പറയുന്നത്. ഈ ബ്രാക്കറ്റിൽ ഏതൊക്കെയുള്ളത്? ഇബിനും ഉണ്ട്, ബിൻത്തും ഉണ്ട്. ഇബിന് പറഞ്ഞാൽ മകൻ ആണാണ്, ബിൻത്ത് പറഞ്ഞാൽ പെൺകുട്ടിയാണ്, പെണ്ണാണ്. അപ്പോൾ ബിൻത്തല്ല, ആണല്ലേ പറ്റുള്ളൂ. അപ്പോൾ അൻത ഇബ്നുൻ എന്നാണ് കൊടുക്കുക. നീ മകനാണ്, നീ കുട്ടിയാണെന്നും പറയാം. അൻത ഇബ്നുൻ, മനസ്സിലായല്ലോ. ഇനി മൂന്നാമത്തത് ദാലിക്കയാണ്. ദാലിക്ക ഇവിടെ വന്നാൽ മനസ്സിലാക്കാം എന്താണ്? ഒരാണിനോടാണ് പറയുന്നത്. അല്ലെങ്കിൽ അതൊരു മുദക്കർ മുഅന്നസ് എന്നൊക്കെയാണ് പറയുക. ഉണ്ടെങ്കിൽ ദാലിക്ക ഉപയോഗിക്കൂല, ഇല്ലെങ്കിലാണ് ദാലിക്ക ഉപയോഗിക്കുക. നോക്കൂ, തുഫാഹത്തുൻ ബുർത്തുഖാലുൻ, തുഫാഹത്തിൽ ഉണ്ട്. അപ്പോൾ ദാലിക്ക ഉപയോഗിക്കൂല, തിൽക്കാണ് ഉപയോഗിക്കുക. ബുർത്തുഖാലിനു ഇല്ല. അപ്പോൾ ദാലിക്കൻക്ക് അവിടെ ചേരെന്താണ്? ബുർത്തുഖാലുൻ എന്നാണ്. അത് ഓറഞ്ചാണ് എന്ന് പറയാം. ദാലിക്ക ബുർത്തുഖാലുൻ. ഇനി നാലാമത്തത് തിൽക്ക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിൽക്കാണ് വന്നതെങ്കിൽ മനസ്സിലാക്കുക അത് ഉള്ളതായിരിക്കും, അല്ലെങ്കിൽ പെണ്ണായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഇവിടെ ബ്രാക്കറ്റിൽ കിതാബുണ്ട്, ഹക്കീബത്തുണ്ട്, ഉള്ള ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഹക്കീബത്താണ് വരിക.
തിൽക്ക ഹഖീബത്തുൻ, അത് ബാഗാണ് എന്നർത്ഥം. അപ്പോൾ അതിങ്ങനെയൊക്കെ നമുക്ക് ചേർക്കാം. ഇനി അഞ്ചാമത്തത് നക്തുബുൽ അജീബ, ഉത്തരം എഴുതാനാണ്. 2 ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തത് മാഹാദ എന്ന് കൊടുത്തിട്ട് മാഹാദ പറഞ്ഞാൽ ഇതെന്താണ്, എന്താ അവിടെ ഈ ചിത്രം നോക്കൂ, ചിത്രം നോക്കിയിട്ട് നമുക്ക് ആൻസർ എഴുതാം. ഒരു മുയലിൻ്റെ ചിത്രമാണല്ലേ. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ചോദ്യത്തിൽ 2 കാര്യങ്ങളുണ്ടാവും. ഈ മാ എന്നുള്ളത് ചോദ്യത്തിൻ്റെ ഒരു ചിഹ്നമാണ്. അപ്പോൾ അതിന് ഒഴിവാക്കിയിട്ട് ഇവിടെ ഹാദയാണല്ലോ ബാക്കിയുള്ളത്, അത് ആൻസർക്ക് ആദ്യം എടുത്ത് എഴുതണം. ഹാദ എന്ന് ആദ്യം എടുത്ത് എഴുതുക. ഹാദ ഇനി എന്താണ്, ഇനി എന്താണ് ചോദിച്ചത് അതിൻ്റെ പേര് എഴുതുക. എന്താണ്? അർനബുൻ, മുയലിന് അർനബുൻ എന്നല്ല പറയാം. അപ്പോൾ ഹാദ അർനബുൻ, ഇത് മുയലാണ് എന്നർത്ഥം. അടുത്തത് രണ്ടാമത്തേത് ഐനൽ ബബുവാ ഊ എന്നാണ്. ഐനൽ ബബുവാ ഊ, എന്താ ചിത്രം നോക്കൂ. ചിത്രം ഒരു തത്ത, ബബുവ പറഞ്ഞത് ഇവിടെ ചോദ്യം ഐന പറഞ്ഞാൽ എവിടെ എന്നാണ്. ഐനൽ ബബുവ ഊ, തത്ത എവിടെയാണ്, എവിടെയാണ്. അത് ഒരു മരത്തിൻ്റെ മുകളിലാണ്. ഇതാ ഒരു മരം കാണില്ലേ, തത്തത മരത അവിടെ ഇങ്ങനെ കൊടുത്തേക്കണ്. അപ്പോൾ മരത്തിൻ്റെ മുകളിലാണ്. അപ്പോൾ തത്ത മരത്തിന്മേലാണ് എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് ചോദ്യത്തിൻ്റെ ചിഹ്നം. അത് ഉത്തരം എഴുതുമ്പോൾ അതൊന്ന് ഒഴിവാക്കുക, എന്നിട്ട് ബാക്കിയുള്ളത് എടുത്ത് എഴുതുക ഉത്തരത്തിൽ. അപ്പോൾ അൽ ബബുവാ ഊ എന്നാത് എഴുതുക. അൽ ബബുവാ ഊ, തത്ത. ഇനി എവിടെയാണെന്ന് ഞാൻ എഴുതി കൊടുക്കേണ്ടത്, മരത്തിന്മേലാണ്. അപ്പോൾ മേൽ എന്നുള്ളതിന് അല കൂട്ടി കൊടുക്കണം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ മരത്തിന് ഷജറത്ത് എന്നാണ് പറയുക, ഷജറ. അപ്പോൾ അല ഷജറത്തി, അൽ ബബുവാ ഊ അല ഷജറത്തി, അങ്ങനെ ആൻസർ എഴുതാം. ഇനി അടുത്തത് അഞ്ചാമത്തത് നുഅരിബു, അറബി ആക്കാനാണ്. അറബിയിൽ എഴുതി കൊടുക്കുക. ഇവിടെ 2 ചോദ്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ എന്താണ്, ഇത് മാങ്ങയാണ് എന്നാണ്. ഇത് മാങ്ങയാണ്. അതെങ്ങനെ അറബിയിലാക്കുക? ഇത് എന്നുള്ളതിന് നമ്മൾ ഹാദ ഹാദിയൊക്കെയാണ് ഉപയോഗിക്കുക. മാങ്ങ എന്നുള്ളതിന് മാഞ്ച എന്നാണ് അല്ലേ. അപ്പോൾ മാഞ്ച എന്നുള്ളിടത്ത് ത ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ ഹാ തന്നെ ഉപയോഗിക്കാം. ത ഉണ്ടെങ്കിലാണ് ഹാദിഹി ഉപയോഗിക്കേണ്ടത്. ഹാദ, ഇത് മാങ്ങയാണ് എന്നുള്ളതിന് മാഞ്ച, ഹാദ മാഞ്ച, ഇത് മാങ്ങയാണ്, അങ്ങനെ ഇതാ. രണ്ടാമത്തത് ഞാൻ വിദ്യാർത്ഥിയാണ്. ഞാൻ വിദ്യാർത്ഥിയാണ്. ഞാൻ എന്നുള്ളതിന് നമ്മൾ എന്താ ഉപയോഗിക്കുക? അനയാണല്ലേ, അന. വിദ്യാർത്ഥിക്ക് ദാരിസുൻ എന്നല്ലേ, അന ദാരിസുൻ, ഞാൻ വിദ്യാർത്ഥിയാണ്, അങ്ങനെ ഇതാ. ഇനി 6ാമത്തെ ആക്ടിവിറ്റി തർജിമു എന്നാണ്. തർജിമു പറഞ്ഞാൽ അർത്ഥം ഇതാണാണ്, അർത്ഥം ഇതാനാണ്. എന്താണിതിൽ? ഒന്നാമത്തത് ഹാദാ കലമുൻ, സിമ്പിളായിട്ട് എഴുതാലോ. ഹാദാ എന്ന് പറഞ്ഞാൽ ഇത് എന്നാണ്. അപ്പോൾ അതവിടെ എഴുതാം, ഇത്. ഇനി എന്താ? കലമുൻ, കലം പറഞ്ഞാൽ എന്താ? പേനയാണല്ലോ. അപ്പോൾ ഇത് പേനയാണ് എന്ന് എഴുതിയാൽ മതി. ഇത് പേനയാകുന്നു എന്നോ അല്ലെങ്കിൽ ഇത് പേനയാണ് എന്നൊക്കെ എഴുതാം. ഹാദാ കലമുൻ, ഇത് പേനയാണ്. രണ്ടാമത്തേത് എന്താ? ഇസ്മി ജാസിമുൻ. എന്താ അതിൻ്റെ അർത്ഥം? ഇസ്മ പറഞ്ഞാൽ പേരാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ലാസ്റ്റ് യാ കൂടിയ എൻ്റെ എന്ന് വരും. അപ്പോൾ ഇസ്മി പറഞ്ഞാൽ എൻ്റെ പേര് എന്നാകും അല്ലേ. ഇസ്മി, എൻ്റെ പേര്. എന്താണ്? ജാസിമുൻ, ജാസിം, ജാസിമാകുന്നു അല്ലെങ്കിൽ ജാസിം എന്നാകുന്നു എന്ന് പറയാം. ഇസ്മി ജാസിമുൻ, എൻ്റെ പേര് ജാസിം എന്നാകുന്നു, അല്ലെങ്കിൽ എൻ്റെ പേര് ജാസിമാണ്, അങ്ങനെ എഴുതിയാലും മതി. ഇസ്മി മുഹമ്മദ് എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് മുഹമ്മദ് ആകുന്നു എന്നൊക്കെ പറയാം. അപ്പോൾ അതങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് അർത്ഥം എഴുതാം. ഇനി ഇവിടെ 7ാമത്തെ ഇത് എന്താണ്? നസ്ലു ബിൽ അദദിൽ മുനാസിബ്. കണ്ടാൽ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് അല്ലേ. എന്താണ്? ഇവിടെ കുറച്ച് നമ്പറുകൾ എഴുതിയിട്ടുണ്ട് അറബിയിൽ. അതിൻ്റെ അറബിയിൽ നമ്മൾ പറയുന്ന ആ വാക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനോട് യോജിക്കുന്നത് നേരെ എടുത്തുകൊണ്ട് എഴുതാവാണ്ട്. 1 ഇവിടെ ഹംസത്ത് എന്നല്ലല്ലോ പറയാം. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ. 1 ഉണ്ട്, 2 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്. അതിന് പറയുന്നത് ഇപ്പുറത്തൂടെ കൊടുത്തിട്ടുണ്ട് ഹംസത്തുൻ, സബഅത്തുൻ, വാഹിദുൻ, ഇത്നാനി. ഇനി ഓരോന്നിനോട് യോജിക്കണം നമുക്ക് എഴുതാം. അതിൽ ഒന്നാമത്തത് 1 അല്ലേ. 1 എന്താ പറയുക? വാഹിദുൻ എന്നല്ല പറയാം. എന്താ ഇവിടെ ഉണ്ട്, ഇതാണ് ഒന്നാമത്തേതായിട്ട് എഴുതേണ്ടത്, വാഹിദുൻ. അപ്പോൾ ഇവിടെ വാഹിദുൻ എഴുതാം. ഇനി 2 എന്താണ്? രണ്ടാമത്തേത് 2 ആണല്ലേ. 2 എന്താ പറയുക? ഇസ്നാനി എന്നാണ് പറയുക. ഇവിടെ ഉണ്ട് ഇസ്നാനി. അപ്പോൾ ഇസ്നാനി എന്ന് എഴുതാം. 2 ഇസ്നാനി, ഇസ്നാനി. ഇനി 3ാമത്തേത് 5 ആണ്.
അഞ്ചിന് എന്താ പറയുക? വാഹിദ് 1, ഇസ്നാനി 2, സലാസ 3, അർബ 4, ഹംസ അല്ലേ, ഹംസത്തുൻ എന്നാണ് അഞ്ചിന് പറയുക. അപ്പോൾ മൂന്നാമത്തേൻ്റെ ഉത്തരം ഇതാണ്. ഇത് അഞ്ചിന് പറയുന്നത് ഹംസത്തുൻ. അപ്പോൾ അതവിടെ ഇതാ ഹംസത്തുൻ. ഇനി നാലാമത്തെ ചോദ്യം, ഇപ്പോൾ മൂന്നാമത്തെ ചോദ്യം 5-നാണ്. നാലാമത്തെ ചോദ്യം 7-ന് എങ്ങനെ എന്താ പറയുക? 7-ന് അപ്പോൾ ഹംസത്ത് 5 പറഞ്ഞു. പിന്നെ അതിൻ്റെ ഇടയിൽ സിത്തത്താണ് 6, പിന്നെ സബ്അത്തുണ്ട് 7. എന്താ ഇതാണ് നാലാമത്തത് 7. നാലാമത്തേൻ്റെ ഉത്തരം അതാണ് സബ്അത്തുൻ എന്നാണ് പറയുക. 7-ന് സബ്അത്തുൻ. അപ്പോൾ അത് നമുക്ക് അങ്ങനെ ആൻസർ ചെയ്താം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. നിങ്ങളുടെ മദ്രസ പഠനത്തിന് എന്നും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. പരീക്ഷാ സംബന്ധമായ എല്ലാ വീഡിയോകളുടെയും പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താം. നാഥൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.